ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നും തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചല്ല വോട്ടിംഗ് നടത്തുന്നത്. അത് പഴയ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തന്നെയാണ് നടത്തുന്നത്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തുക വളരെ ഈസിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യാ രാഷ്ട്രമായ ഇന്ത്യയിൽ ഇങ്ങനെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെത്തേഡ് തന്നെ ഉപയോഗിക്കണം എന്ന വാശി അത് തന്നെ എല്ലാവരും ചോദ്യം ചെയ്യുന്ന അതിനിടയ്ക്കാണ് SIR ഒരു വലിയ കടമ്പയായി കടന്നു വന്നത്. അതിനു പിന്നിലും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. രാഹുൽ ഗാന്ധി കണ്ടെത്തിയ കാര്യങ്ങൾ, വിശദീകരിച്ച കാര്യങ്ങളൊക്കെ ഇന്ത്യയിലെ വിവരമുള്ള വോട്ടേഴ്സിനൊക്കെ മനസ്സിലാകുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ അതനുസരിച്ചൊന്നും ഒരു മാറ്റവും വരുത്താൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല. അദ്ദേഹത്തെയാണല്ലോ ഇപ്പോൾ ഇംപീച്ച് ചെയ്യാനുള്ള മെമ്മോറാണ്ടവുമായിട്ട് രാജ്യസഭയും ലോകസഭയും ഒക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ്, അതായത് ഇത്തവണത്തെ ഇലക്ഷൻ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഇലക്ഷനിലേക്ക് എത്തിയത്, സംസ്ഥാനങ്ങൾ എത്തിയത്. കേരളം വോട്ടിംഗ് എല്ലാം കഴിഞ്ഞു. മെയ് 4-ാം തീയതിയാണ് അതിൻ്റെ കൗണ്ടിങ് നടക്കാനിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് സ്ട്രോങ് റൂം വിവാദം ഇവിടെ ഉണ്ടാകുന്നത്. മെയ് 4 വരെ സ്ട്രോങ് റൂം മാത്രമല്ല മെറ്റീരിയൽ റൂംസും തുറക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് പേരാമ്പ്ര, പാലക്കാട് ഈ 2 സ്ഥലങ്ങളിലും സ്ട്രോങ് റൂം അല്ലെങ്കിൽ മെറ്റീരിയൽ റൂമാണ് തുറക്കാൻ ശ്രമിച്ചത്. പക്ഷേ സ്ട്രോങ് റൂമിനോട് ചേർന്ന് മെറ്റീരിയൽ റൂം ഉണ്ടാകുന്നത് തെറ്റാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് എന്തുകൊണ്ട് മെറ്റീരിയൽ റൂം സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് തന്നെ സ്ഥാപിച്ചു? അത് ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് മെറ്റീരിയൽ റൂം തുറന്നു? ഈ സ്ട്രോങ് റൂമിനടുത്ത് തന്നെ സ്ഥാപിച്ചാൽ തന്നെയും മെറ്റീരിയൽ റൂമും തുറക്കാൻ പാടില്ല ഒരു കാരണവശാലും. ഈ ക്വസ്റ്റ്യൻസ് ആണ് വളരെ ശക്തമായിട്ട് ഉന്നയിക്കേണ്ടത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഉന്നയിച്ചപ്പോൾ, ഇത് കോൺഗ്രസ് ഉന്നയിച്ചപ്പോൾ വളരെ നിസാരവൽക്കരിച്ചാണ് BJPയും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളും ഇത് കണ്ടത്. അവർക്ക് ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? ഈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് വിവരിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കുറച്ച് സീനിയറായിട്ടുള്ള ഒരു അധ്യാപകൻ, അദ്ദേഹം എല്ലാ കാലത്തും LDFൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് ഏതാനും വർഷം മുൻപ് അദ്ദേഹം പറഞ്ഞു, അത് സ്റ്റാഫ് റൂമിൽ എന്നോട് മാത്രമായിട്ടല്ല പറഞ്ഞു, സ്റ്റാഫ് റൂമിലിരിക്കെ പറഞ്ഞു, ഞാനിനി ഈ CPMൽ നിന്ന് വിട്ടുപോകാൻ പോവുകയാണ്, ഇനി ഒരിക്കലും ഞാൻ CPMലേക്ക് തിരിച്ചില്ല. എന്തുപറ്റി? താങ്കളുടെ ജീവശ്വാസമായിരുന്നല്ലോ CPM എന്ന് ചോദിച്ചത് ഞാനാണ് കേട്ടോ. അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് ഒരു എക്സാമ്പിളാണ് അദ്ദേഹം പറഞ്ഞത്, ഓരോ പ്രാവശ്യവും ഗസറ്റഡ് ഓഫീസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കുള്ള ഇലക്ഷൻ വരാറുണ്ട്. അങ്ങനെ ഇത്തവണ ഇലക്ഷൻ വന്നപ്പോൾ എല്ലാ പ്രാവശ്യവും ഇദ്ദേഹം കള്ളവോട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്രാവശ്യം ഗസറ്റഡ് ഓഫീസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പിടിച്ചെടുക്കാൻ വേണ്ടി 16 കള്ളവോട്ടുകൾ ഞാൻ തന്നെ ചെയ്തു. ഇത് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെയാണ് എല്ലാ പ്രാവശ്യവും ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ഗസറ്റഡ് ഓഫീസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എപ്പോഴും CPMൻ്റെ കയ്യിൽ തന്നെ ഇരിക്കാറുള്ളത്. അപ്പോൾ ഇനി ഇത് വയ്യ, മടുത്തു എന്ന് അദ്ദേഹം വലിയ നിരാശയോടുകൂടി പൊഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ പാർട്ടിയിലോടുള്ള ചങ്ങാത്തം അതോടെ അവസാനിപ്പിച്ചു. ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം എനിക്കും വളരെ നേരത്തെ റിട്ടയർ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റേതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റധ്യാപകരും ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞത്, കേട്ടവരാണ്. പക്ഷെ ആരെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞു. എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. പേര് വെളിപ്പെടുത്തിയാൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വലിയ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, ഇത്തരം ഒരു കാര്യം പുറത്തു വിട്ടതുകൊണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് ഇത് പുറത്തു വിട്ടത് എന്നല്ലേ, ഞാനിത് പുറത്തു വിട്ടത് തീർച്ചയായിട്ടും സ്ട്രോങ് റൂമിനടുത്ത് മെറ്റീരിയൽ റൂം ഉണ്ടായതും
ആ മെറ്റീരിയൽ റൂം തുറന്നതും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ. അതായത് LDFും BJPയും തമ്മിൽ എന്തെങ്കിലും ബാന്ധവമുണ്ടെങ്കിൽ ഈ സ്ട്രോങ് റൂമിനടുത്തുള്ള മെറ്റീരിയൽ റൂം തുറന്നതിന് തീർച്ചയായിട്ടും കാരണങ്ങൾ ഉണ്ടാകും. അത് കോൺഗ്രസ് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ പറയപ്പെട്ട ഏരിയകളിലൊക്കെ എന്ത് സംഭവിക്കുന്നു, ഇലക്ഷൻ റിസൾട്ട് എണ്ണുമ്പോൾ എന്ന് നോക്കിയാൽ മതി. അവിടെ തിരിമറി നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതായത് മാർക്സ് പഠിപ്പിച്ചത്, മാർക്സ് വളരെ വളരെ മഹാനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചത് നല്ല ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. നല്ല ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തൊഴിലാളികൾ ഇൻകുലാബ് വിളിക്കേണ്ടി വന്നാലും മുഷ്ടി ചുരുട്ടേണ്ടി വന്നാലും ഒന്നും ഒരു പ്രശ്നവുമില്ല. ലക്ഷ്യം മഹത്തരമാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എത്ര ദുർഘടം പിടിച്ചതാണെങ്കിലും നിങ്ങൾ ആ ലക്ഷ്യത്തിലൂടെ പോവുക എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. പക്ഷേ ഇവിടെ LDF ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ലക്ഷ്യം നല്ലതെങ്കിൽ മാർഗം എന്തുമാകാം. അതായത് ഏത് ഹീനമാർഗവും ആ ലക്ഷ്യത്തിലെത്താം. വിജയമാണ് ലക്ഷ്യമെങ്കിൽ വിജയം എന്ന ലക്ഷ്യത്തിലെത്താൻ ഏത് ഹീനമാർഗവും ഉപയോഗിക്കാം എന്ന് ആ മാർക്സിയൻ പ്രിൻസിപ്പിളിനെ തിരുത്തി കുറിച്ച് കൊണ്ടു നടക്കുന്നവരാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഈ സ്ട്രോങ് റൂം തുറന്നതിനെ പറ്റി ആശങ്കയുള്ളത്. ആ ആശങ്കയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. അങ്ങനെ അതായത് ഈ സ്ട്രോങ് റൂമിനടുത്തൊരു മെറ്റീരിയൽ റൂം വെച്ചത് എന്തിന്, ആ മെറ്റീരിയൽ റൂം തുറന്നത് എന്തിന്, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പോലീസ് ആരുടെ കൂടെയാണ് നിൽക്കുക എന്ന് നമുക്കറിയാം. അവർ തമ്മിലുള്ള ആ ബാന്ധവം അതെത്ര മോശമായ ബാന്ധവമാണ് എന്നും നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അവരെ കൊണ്ട് നോക്കിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. എങ്കിൽ പോലും നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇതിനകം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും, ഏതൊക്കെ സ്ട്രോങ് റൂം തന്നെ തുറന്നിട്ടുണ്ടാകും എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. അതൊക്കെ സംശയദൃഷ്ടിയോടെ കാണണം എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിൻ്റെ സമീപത്ത് മെറ്റീരിയൽ റൂം വന്നതും ആ മെറ്റീരിയൽ റൂം തുറന്നതും അതിന് തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻസ് എത്ര വിശ്വസനീയം എന്ന് തോന്നിയാൽ പോലും ഒരു കാര്യം ഓർക്കുക, ലക്ഷ്യം നല്ലതെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താൻ ഏത് മാർഗവും സ്വീകരിക്കാം എന്ന പ്രിൻസിപ്പിളോടെ മുന്നോട്ട് പോകുന്ന പാർട്ടികളാണ് BJPയും അതുപോലെ LDFും. എന്തുകൊണ്ടാണ് ഞാൻ BJPയെ പറ്റി പറഞ്ഞത്? അവർ മാർക്സിയൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് പോകുന്നതല്ല. അവരേത് പ്രിൻസിപ്പിൾ അനുസരിച്ച് പോകുന്നവരാണ്? ഹിന്ദുത്വ അജണ്ട അനുസരിച്ച് പോകുന്നവരാണ്. നമ്മൾ മഹാത്മാഗാന്ധിയുടെ വില്ലേജ് സ്വരാജ് എന്ന ഗ്രന്ഥം എടുക്കുക. അതിൻ്റെ അവസാന പേജാണ് 250-ാം പേജ്. അതിനകത്ത് മഹാത്മാഗാന്ധി രണ്ടാമത്തെ പാരഗ്രാഫിൽ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, മൈ റാം ഡസ് നോ, അതായത് എൻ്റെ രാം എന്ന് പറയുന്നത് ഹിന്ദുത്വ ഭരണത്തിലേക്കുള്ള ഒരു വഴിയല്ല, അത് ദൈവമാണ്. എൻ്റെ റാം എന്ന് പറയുന്നത് ദൈവമാണ്, അല്ലാതെ ഒരു ഭരണകർത്താവല്ല. അത് ഹിന്ദുത്വ ഭരണമല്ല ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്. പക്ഷേ ഇവിടെ റാം ടെമ്പിളൊക്കെ പണിതവർ ഒരു ഹിന്ദുത്വ ഭരണം തന്നെ, ഹിന്ദുത്വ രാഷ്ട്രം തന്നെ ഇന്ത്യയിൽ ഉദയം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിന് അവർക്കുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? ആദ്യം ചെയ്യേണ്ടത് കോൺഗ്രസിനെ അനൈഹിലേറ്റ് ചെയ്യുക, ഇല്ലായ്മപ്പെടുത്തുക, ഇല്ലാതെയാക്കുക. കോൺഗ്രസിനെ ഇല്ലാതെയാക്കണം എന്ന് പറയുമ്പോൾ നാം ഓർക്കണം, 1885 മുതൽ ഈ 2026 ഏപ്രിൽ 25 വരെ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതിലേതെങ്കിലും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ മോശം ചെയ്തിട്ടുണ്ടാകാം, വളരെ ചുരുക്കം. പക്ഷേ മഹാത്മാഗാന്ധി തൊട്ട് എല്ലാവരും, അതായത് നമ്മൾ നെഹ്റുവിനെ പറ്റി ചിന്തിക്കുക, അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്ത് മുഴുവനും രാജ്യത്തിന് വേണ്ടി തീരെഴുതി കൊടുത്ത മനുഷ്യനാണ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്ഥലങ്ങളും എല്ലാം ഇപ്പോൾ വേറെ പേരിലാക്കി മാറ്റി. അതുപോലെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവർ കൊണ്ടുവരുന്ന സ്കീംസ് എല്ലാമാണ് ഇപ്പോൾ
പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സ്കീംസാക്കി മാറ്റിയിരിക്കുന്നത്. അങ്ങനെയുള്ള തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് ആ പറയപ്പെട്ട കുടുംബത്തിൽപ്പെട്ടവരോ കോൺഗ്രസിൻ്റെ നമ്മൾ ആദരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ, ആ കൂട്ടത്തിൽ ഞാൻ സർദാർ വല്ലഭായ് പട്ടേലിനെയും കൂടി പെടുത്തുന്നു. പട്ടേൽ RSSകാർക്ക് പ്രിയപ്പെട്ടവനാണ്, അതേസമയത്ത് കോൺഗ്രസ്സുകാർക്കും പ്രിയപ്പെട്ടവൻ തന്നെ. അങ്ങനെയുള്ള ആ നല്ല നേതാക്കൾ ഈ പറയപ്പെട്ട 1885 മുതൽ 2026 ഏപ്രിൽ 25 വരെ ഈ രാജ്യത്തിന് വേണ്ടി നന്മ മാത്രം ചെയ്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതെയാക്കിയിട്ട് ഇവിടെ ഹിന്ദുത്വ അജണ്ട കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന BJP ഒരു കാരണവശാലും അഭിലഷണീയമായ ലക്ഷ്യങ്ങളുള്ള പാർട്ടിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലക്ഷ്യം നല്ലതെങ്കിൽ ഏതു ചീത്ത മാർഗവും സ്വീകരിക്കാമെന്ന് വിശ്വസിക്കുന്ന BJPയും അതുപോലെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷവും എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടികളെ മുഖവിലയ്ക്ക് എടുക്കരുത്. സ്ട്രോങ് റൂമിനടുത്ത് മെറ്റീരിയൽ റൂം വച്ചത് തന്നെ തെറ്റാണ്. നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കേൽക്കർ അടിവരയിടുന്നു. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ വെച്ചു, എന്തുകൊണ്ട് അത് തുറന്നു, എന്താണ് തുറന്ന ഡോക്യുമെൻ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ കേൽക്കർ തന്നെ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഇതിനകത്ത് അവിഹിതങ്ങളൊന്നും നടക്കുന്നില്ല, കള്ളവോട്ടുകളൊന്നും നടക്കുന്നില്ല എന്ന് അങ്ങനെ ഉറപ്പുവരുത്തിയാൽ മാത്രമേ നാം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഭരണമാറ്റം ഈ സംസ്ഥാനത്തെ നാശോന്മുഖമാക്കി തിരിച്ചുവിട്ടിരിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്ന് അതിനെ ശരിയുടെ ദിശയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു ഗവൺമെൻറ് നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ ഒരു ഇലക്ഷൻ ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ സ്ട്രോങ് റൂം ഇഷ്യൂ എൻ്റെ അനുഭവം കൊണ്ട് ഞാനൊന്ന് തെളിയിക്കാൻ ശ്രമിച്ചത്.